നമസ്കാരം. ജൂൺ 4-ാം തീയതി ലോക്സഭാ ഫലം വരുമ്പോൾ, അതും കേരളത്തിലെ ആദ്യ ഫലം വരാൻ പോകുന്നത് കൊല്ലത്ത് നിന്നായിരിക്കും. കാരണം അവിടെ കൊല്ലത്തെ വിജയം ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അത്തരത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് പ്രധാന സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കുന്നത് മുകേഷ്, കൃഷ്ണകുമാർ. ഇവർ രണ്ടുപേരും രണ്ട് താരങ്ങളാണ്. അതിൽ വലിയ താരരാജാവായി നടക്കുന്ന ആളാണ് മുകേഷ്. 2016-ലും 2021-ലും കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് നമ്മുടെ സാമാജികനായിട്ട് ഇവിടെ ഉണ്ട്. 2021-ൽ കഷ്ടിച്ച് ജയിച്ചു പോയി. 2000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൊല്ലത്തുകാർ 2016-ഓടുകൂടി തന്നെ മതിയായതാണ്. പിന്നെ തോൽപ്പിക്കാനാവുന്നത് നോക്കിയാണ്. പക്ഷേ എങ്ങനെയോ 2000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അങ്ങ് കയറിപ്പോയി. അതും പോരാഞ്ഞിട്ട് ഇപ്പോൾ പ്രേമചന്ദ്രന് എതിരിടാനായിട്ട് രംഗത്ത് നിൽക്കുകയാണ്. ഈ തീക്കട്ടയിൽ എറും ഭരിക്കുമോ എന്ന് പറഞ്ഞതുപോലെയാണ് പ്രേമചന്ദ്രൻ്റെ അടുക്കലാണ് ഈ മുകേഷ് വന്ന് മത്സരിക്കാൻ നിൽക്കുന്നത്. ഇപ്പോൾ കൃഷ്ണകുമാർ BJPയുടെ സ്ഥാനാർത്ഥിയാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ കൊല്ലത്ത് സംഭവിക്കാൻ പോകുന്നത് പ്രേമചന്ദ്രൻ്റെ വിജയം ഉറപ്പാണ്. അത് 2014-ൽ നിന്ന് 2019-ലെത്തിയപ്പോൾ ഭൂരിപക്ഷം 1.5 ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പ്രേമചന്ദ്രൻ വിജയിച്ചത്. ഇനി ആ ഭൂരിപക്ഷം വർദ്ധിക്കും. കാരണം 2014-ൽ പരനാറി എന്നുള്ള പദപ്രയോഗം 2019-ലും പരനാറി തന്നെയാണ് എന്നുള്ളത് ആവർത്തിക്കുകയും ചെയ്തു നമ്മുടെ കാരണഭൂതൻ. അങ്ങനെ ഭൂരിപക്ഷം കൂടിക്കൂടി വന്നു. അത് MA ബേബി, KN ബാലഗോപാലൊക്കെ അടിയറവ് പറഞ്ഞ് അങ്ങ് പോയതാണ്. MA ബേബിക്ക് അതോടുകൂടി തന്നെ മതിയായി അങ്ങ് ഡൽഹിക്ക് വണ്ടി കയറി പോവുകയും ചെയ്തു. ഇപ്പോൾ മുകേഷിൻ്റെ പരാജയം എന്ന് പറയുന്നത് ദയനീയ പരാജയം ആയിരിക്കും എന്നുള്ളതാണ്. CPM-നെ നാണം കെടുത്തിയിരിക്കും എന്നുള്ളതാണ്. പക്ഷേ അവിടെ കൃഷ്ണകുമാർ BJP 2-ാം സ്ഥാനത്തേക്ക് കടക്കും എന്നുള്ളതാണ് ആ മണ്ഡലത്തിൽ നിന്ന് പൊതുവെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം. BJPക്ക് കൃഷ്ണകുമാറിനെ അവിടെ ഇറക്കിയിരിക്കുന്നത് തന്നെ നരേന്ദ്രമോദിക്ക് കൃഷ്ണകുമാറിന് നരേന്ദ്രമോദിയുമായിട്ടൊരു അടുപ്പം തന്നെ ഉണ്ട്. കൃഷ്ണകുമാറിന് നിയമസഭയിലേക്കാണ് ഉദ്ദേശിക്കുന്നത്. അത് 2026-ൽ വരുമ്പോൾ. അപ്പോൾ അതിനു മുമ്പായിട്ട് ഇവിടെ തന്നെ 2021-ൽ നിയമസഭയിൽ മത്സരിച്ചു തിരുവനന്തപുരത്ത്. അതുപോലെ തന്നെ കൊല്ലത്തും മത്സരിപ്പിക്കുന്നു. കൂടുതലായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് മത്സരിപ്പിക്കുന്നത്. അല്ലാതെ നരേന്ദ്രമോദിക്കും അറിയാം കൊല്ലത്ത് NK പ്രേമചന്ദ്രൻ്റെ വിജയം സുനിശ്ചിതമാണ് എന്നുള്ളത്. കാരണം നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നത് NK പ്രേമചന്ദ്രൻ വിജയിച്ച് പാർലമെൻറ്റിലെത്തണം. മോദി ഈ പ്രേമചന്ദ്രൻ്റെ പ്രസംഗം കേൾക്കാനായിട്ട് ആ സഭയിലുണ്ടാകും പ്രേമചന്ദ്രൻ എഴുന്നേൽക്കുന്ന സമയത്ത്. അങ്ങനെ മുമ്പൊക്കെ അപൂർവ ഭാഗ്യം കിട്ടിയിട്ടുള്ളത് AK ഗോപാലൻ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുന്ന സമയത്ത് ജവഹർലാൽ നെഹ്റു അവിടെ ഇരുന്ന് പ്രസംഗം മുഴുവൻ കേൾക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഇത്തരത്തിലുള്ള നല്ല പരിചയസമ്പന്നതയോടുകൂടിയ ഒരു പാർലമെൻറ്റേറിയൻ തന്നെയാണ് NK പ്രേമചന്ദ്രൻ. അതുകൊണ്ട് കൊല്ലത്ത് CPM-ന് വലിയ ദുരന്തം നേരിടേണ്ടി വരും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ്. RSPയുടെ തറവാടായ കൊല്ലത്ത് ഹാട്രിക് തികയ്ക്കുമോ NK പ്രേമചന്ദ്രൻ എന്നാണ് ചിലരൊക്കെ ചോദിക്കുന്നത്. ഇടതു വോട്ടുകൾ ചോർത്തിയെടുത്ത് കുതിച്ച ചരിത്രമുള്ള പ്രേമചന്ദ്രനെ വിറപ്പിക്കാൻ മുഖ്യ എതിരാളി എന്നുള്ള വേഷത്തിൽ വന്നു നിൽക്കുന്ന മുകേഷിന് വിയർപ്പൊഴുക്കേണ്ടി വരും എന്നാണ് മണ്ഡലത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. തൊഴിലാളി വോട്ടുകളിലൊക്കെയാണ് മുന്നണികളുടെ കണ്ണുകൾ. ഇടത് സോഷ്യലിസ്റ്റ് പാർട്ടികൾക്കേറെ സാന്നിധ്യമുള്ള ലോക്സഭാ മണ്ഡലമാണ് കൊല്ലം. 57 മുതലുള്ള കൊല്ലത്തിൻ്റെ ചിത്രം ഇത് വ്യക്തമാക്കുന്നു. മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചത് RSP ആണ്. 2014-ലെ തെരഞ്ഞെടുപ്പിൽ കൊല്ലം സീറ്റ് നൽകാതിരുന്നതിൽ പ്രതിഷേധിച്ചാണ് RSP കേരള ഘടകം ഇടതുമുന്നണി വിട്ട് UDF-ൽ ചേർന്നത് വഴിത്തിരിവായത്. RSPയുടെ മുന്നണി മാറ്റത്തിന് പിന്നാലെ 14-ലും 19-ലും UDF സ്ഥാനാർത്ഥിയായി 2 വട്ടം വിജയിച്ച് ലോക്സഭയിലെത്തിയ NK പ്രേമചന്ദ്രനെ ഇത്തവണയും കൊല്ലത്തെ UDF-നായി കളത്തിലിറക്കിയിരിക്കുകയാണല്ലോ. അപ്പോൾ എന്തായാലും 2014-ൽ 37,649 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ
വിജയിച്ച പ്രേമേന്ദ്രൻ 19 ഭൂരിപക്ഷം 1,48,869 ആക്കി ഉയർത്തി. 14 CPM പോളിറ്റ് ബ്യൂറോ അംഗം ബേബിയും 19 രാജ്യസഭാ അംഗം ബാലഗോപാലനുമായിരുന്നു നമ്മുടെ ഇന്നത്തെ ധനമന്ത്രി. അപ്പോൾ എന്തായാലും NK പ്രേമേന്ദ്രൻ്റെ ഭൂരിപക്ഷം കൂടിക്കൂടിയാണ് വരുന്നത്. ഇത് മുകേഷിന് കനത്ത തോൽവി തന്നെ ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. കുണ്ടറ, ചാത്തന്നൂർ, ചടയമംഗലം, പുനലൂര്, ഇരവിപുരം, ചവറ എന്നീ നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് കൊല്ലം ലോക്സഭാ മണ്ഡലം.